വിശദമായ വാർത്തകളിലേക്ക്. ഭൂമി വിവാദ കേസിൽ ജാമ്യമെടുത്ത കർദിനാൾ ജോർജ് ആലഞ്ചേരി. കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കർദിനാൾ നേരിട്ട് ഹാജരായാണ് ജാമ്യം എടുത്തത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കർദിനാൾ കോടതിയിൽ എത്തിയത്. ഭൂമി വിവാദ കേസിൽ ജാമ്യമെടുത്ത കർദിനാൾ ജോർജ് ആലഞ്ചേരി. കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കർദിനാൾ നേരിട്ട് ഹാജരായാണ് ജാമ്യം എടുത്തത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കർദിനാൾ കോടതിയിൽ എത്തി ജാമ്യം എടുത്തത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, വിശദാംശങ്ങൾ. സഭാ തർക്കക്കേസിൽ ഭൂമി വിവാദ കേസിലെല്ലാം തന്നെയും പലതവണ സുപ്രീം കോടതിയിൽ നിന്നടക്കം നിരന്തരമായി വിമർശനം ഏൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് പലതവണയായിട്ട് അദ്ദേഹം തൃക്കാക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പായി ഹാജരാകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ കേസുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നത്. സുപ്രീം കോടതി ഇത് പരിഗണിക്കുന്ന പല സന്ദർഭങ്ങളിലും അത് എന്തുകൊണ്ട് കർദിനാളിന് കോടതിയിൽ ഹാജരായിക്കൂടാ, ജാമ്യമെടുക്കാവുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ, കോടതിയിൽ എന്തുകൊണ്ട് ഹാജരാകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പലതവണ ചോദിച്ചു. കർദിനാൾ നിയമത്തിന് വിധേയപ്പെടണമെന്നതടക്കമുള്ള പരാമർശങ്ങൾ പലകുറി ഉണ്ടാകുകയും ചെയ്തിരുന്നു. വീണ്ടും ആ കേസ് വീണ്ടും പരിഗണനയ്ക്ക് വേണ്ടി വീണ്ടും മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ സുപ്രീം കോടതി പലകുറി ആവർത്തിച്ച ഈ കേസിൽ കർദിനാൾ കോടതിയിൽ ഹാജരാകേണ്ടതാണ്, ഈ വ്യവസ്ഥയെ അംഗീകരിക്കേണ്ടതാണ് എന്നൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നേരത്തെയും ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ പലപ്പോഴും ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കർദിനാളിനടക്കം ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ നിലയിലാണ് കർദിനാൾ ഇന്ന് ഉച്ചയ്ക്ക് 3:30 ശേഷം അദ്ദേഹം കോടതിയിലേക്ക് എത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ആ നടപടികൾ പൂർത്തീകരിച്ച് മടങ്ങുകയും ചെയ്ത് വളരെ രഹസ്യമായിട്ട് അദ്ദേഹം കോടതിയിലേക്ക് എത്തിയിരുന്നു. കാരണം നേരത്തെ ഈ കേസ് പരിഗണിക്കുമ്പോഴെല്ലാം തന്നെ അദ്ദേഹം ഈ സമീപത്ത് എറണാകുളം ജില്ലയിൽ ഇല്ലാതിരുന്ന ഒരു സാഹചര്യങ്ങളടക്കമാണ് പലകുറി കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നത്. അദ്ദേഹത്തിന് സഭാ സംബന്ധിയായ കാര്യങ്ങളിൽ പങ്കെടുക്കാനുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പലകുറി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം എറണാകുളം ജില്ലയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കോടതി ഈ കേസ് പിന്നീടും അവധിക്ക് വയ്ക്കുകയായിരുന്നു. അപ്പോൾ ഈ അവധിക്ക് കേസ് വരുമ്പോൾ മാധ്യമങ്ങളുടെ അടക്കം മുഴുവൻ ശ്രദ്ധയും അവിടേക്ക് വരുമായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം കാക്കനാട് കോടതിയിലേക്ക് എത്തുകയും തുടർന്ന് ഈ നടപടികൾ പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുകയും ചെയ്ത് നേരത്തെ ഈ കേസിലെ പ്രതികളായിരുന്ന മറ്റു 2 പേരും തന്നെയും ഈ കേസിൽ ജാമ്യം എടുത്തിരുന്നു. സമാനമായ നടപടികൾ മാത്രമേ അദ്ദേഹത്തിനും അവിടെ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് അദ്ദേഹം പല കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. പിന്നീട് ഈ കേസ് കോഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി അടക്കം സമീപിച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ പലപ്പോഴും തന്നെ അദ്ദേഹത്തിന് എതിരായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കോടതിക്ക് മുൻപാകെ അദ്ദേഹം എത്തുകയും ജാമ്യമെടുക്കുകയും ചെയ്തിരുന്നത്. സീറോ മലബാർ സഭയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭയുടെ ഭൂമി വിൽപ്പന നടത്തിയ കേസിൽ അദ്ദേഹത്തിന്റെ ഈ നടപടികൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ കേസ് 2 കേസുകൾ കോടതിയിലേക്ക് വന്നിരുന്നത്. ഈ കേസുകളിലാണ് അദ്ദേഹം ഇപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യം നേടിയിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിന്റെ കേസുകൾ പരിഗണിക്കുമ്പോൾ പലപ്പോഴും കോടതി അദ്ദേഹം എവിടെയെന്നതടക്കമുള്ള ചോദ്യങ്ങളിലേക്ക് അടക്കം നീങ്ങിയിരുന്നു. ഇപ്പോൾ അത് ഒഴിവായിരിക്കുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം ജാമ്യം നേടിയിരിക്കുന്നു. ഈ കേസിൽ ജാമ്യം എടുത്തിരിക്കുന്നു. ഇനി സാധാരണ രീതിയിലുള്ള ഒരു നടപടികളിലേക്ക് കേസ് പോവുകയും ചെയ്യും. അതേസമയം ഇതിനിടെ ഈ സർക്കാർ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് അനുകൂലമായി അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായില്ലേ ഡാനി? അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ ജാമ്യവും കർദിനാളിന് ലഭിച്ചിരിക്കുന്നു. ഇനി ഈ കേസിന്റെ നിയമ നടപടികളുടെ ഗതി എങ്ങനെയാകും? ഈ കേസിൽ സഭാ ഭൂമി ഇടപാട് കേസിൽ പല കേസുകളായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നേരത്തെ ഈ സഭയുടെ ഭൂമി ക്രയവിക്രയം ചെയ്യപ്പെട്ടപ്പോൾ അതിൽ സർക്കാരിന്റെ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും അനധികൃതമായ അത്തരം കൂട്ടിച്ചേർക്കലുകൾ ഈ ഇടപാടിൽ നടന്നിട്ടുണ്ടോ, സർക്കാർ ഭൂമി ഏതെങ്കിലും ഈ ഇടപാടിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിരുന്നത്. പക്ഷേ അത്തരം ഒരു അന്വേഷണത്തിലടക്കം കർദിനാളിന് ക്ലീൻ ചിറ്റ്
നൽകപ്പെടുകയുണ്ടായി. കാരണം സർക്കാരിൻ്റെതായ ഒരു ഭൂമിയും ഈ രീതിയിലേക്കുള്ള ഒരു ക്രയവിക്രയങ്ങളിൽ പെട്ടിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു ക്ലീൻ ചിറ്റ് നൽകിയിരുന്നത്. പക്ഷെ അതേസമയം തന്നെ കേസ് അതിന്റെ മെറിറ്റിൽ തന്നെ തുടരുമെന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് തുടരുകയും ചെയ്യുന്നുണ്ട്. ഇത് കീഴ്ക്കോടതിയിൽ പിന്നീട് ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ സുപ്രീം കോടതി വരെയും എത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കർദിനാൾ തീർത്തും പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണ് സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ഉണ്ടായിരുന്നത്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസും അതോടൊപ്പം തന്നെ തുടർന്ന് വന്ന വാദങ്ങളിലെല്ലാം തന്നെയും കർദിനാളായിരുന്നു അതിലൊരു മുഖ്യ കേന്ദ്ര ബിന്ദുവാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സിറോ മലബാർ സഭയെ അത് പല രീതിയിലും പ്രതികൂലമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന കുർബാന ഏകീകരണ വിവാദങ്ങളിൽ ഉൾപ്പെടെ അത് പ്രതിരോധിക്കപ്പെടുമ്പോൾ ഇതെല്ലാം തന്നെയും ഈ ഭൂമി വിവാദത്തോട് ചേർത്ത് വായിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ അത്തരമൊരു കേസിൽ കർദിനാളിന് ഇപ്പോൾ ജാമ്യം എടുക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. ജാമ്യം ഏത് രീതിയിലും ഒഴിവാക്കി സുപ്രീം കോടതിയിൽ നിന്ന് അത് ഒഴിവാക്കി കിട്ടാനായിരുന്നു കർദിനാൾ ഇത്രകാലം ശ്രമിച്ചിരുന്നത്. പക്ഷേ അതിനെ കഴിയാതെ വന്നിരിക്കുന്നു. അദ്ദേഹം സമരസപ്പെടുന്നു. കീഴ്ക്കോടതിയിൽ നിന്ന് അദ്ദേഹം സുപ്രീം കോടതി പലതവണ നിർദ്ദേശപ്രകാരം ജാമ്യം എടുത്തിരിക്കുന്നു. ഇപ്പോൾ ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. വിവാദ ഭൂമി ഇടപാട് കേസിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി ജാമ്യം എടുത്തിരിക്കുന്നു.